കഞ്ചാവ് അതുപോലത്തെ ഈ മയക്കുമരുന്ന് അതുപോലൊന്നും ഇല്ലാത്തൊരു കാലമാവണം. എല്ലാവരും ഈ മറ്റുള്ള ഇവരെയൊക്കെ ശല്യം ചെയ്ത് ഇങ്ങനെ ബുള്ളിങ്, റാഗിങ് അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇല്ല, അതുപോലത്തെ കാര്യങ്ങൾ ഇല്ലായിരിക്കണം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. 2026 വരവേൽക്കാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 12 മണിയാകുമ്പോൾ പാപ്പാച്ചിയെ കത്തിക്കും. ഒരു കൊച്ചുമിടുക്കൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. 2026 എങ്ങനെയായിരിക്കണം മോനെ? ഒരു നല്ലൊരു കാലമായിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒരു ഈ കഞ്ചാവ് അതുപോലത്തെ ഈ മയക്കുമരുന്ന് അതുപോലൊന്നും ഇല്ലാത്തൊരു കാലമാവണം. എല്ലാവരും ഈ മറ്റുള്ള ഇവരെയൊക്കെ ശല്യം ചെയ്ത് ഇങ്ങനെ ബുള്ളിങ്, റാഗിങ് അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇല്ല, അതുപോലത്തെ കാര്യങ്ങൾ ഇല്ലായിരിക്കണം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. മിടുക്കൻ. തീർച്ചയായിട്ടും സമൂഹത്തിന് എല്ലാവരും കേൾക്കേണ്ട, പ്രത്യേകിച്ച് കൗമാരക്കാരും യുവാക്കളും ഒക്കെ കേൾക്കേണ്ട ഒരു വാക്കുകളാണ് ഈ കൊച്ചുമിടുക്കൻ പറഞ്ഞത്. പേരെന്താ? അശ്വിൻ എബ്രഹാം സൈമൺ. അശ്വിൻ എബ്രഹാം സൈമൺ. അപ്പോൾ അശ്വിൻ എബ്രഹാം സൈമണ് ഞാൻ ന്യൂസിൽ കയറാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഗാനമേളയൊക്കെ നടക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മയക്കുമരുന്ന്, എല്ലാ ലഹരികളിൽ നിന്നൊക്കെ ചെറുപ്പക്കാർ മാറണം. 2026 അങ്ങനെ ലഹരി രഹിതമായിട്ടുള്ളൊരു കേരളമായിരിക്കണം. അങ്ങനെ തന്നെ വേണമെന്ന് എന്റെ ആഗ്രഹം. കൂട്ടുകാരോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ടോ? കൂട്ടുകാരോടൊക്കെ ഈ കാര്യങ്ങൾ പറയാറുണ്ടോ? ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മയുടെ ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ലഹരിയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു, ഉപയോഗിക്കരുത്. എന്നോട് പറഞ്ഞത്, അവിടെ വെച്ച് പറഞ്ഞത് എന്തുവാ, ഈ ലഹരിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് വന്ന് അങ്ങനെയൊക്കെ വരുമെന്നൊക്കെയാ. എന്നിട്ട് പിന്നെ നമ്മൾ വേറെ ലോകത്ത് വന്നിട്ട് പിന്നെ നമുക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, പിന്നെ കുറച്ച് മാസം കഴിക്കും നമ്മൾ മരിച്ചു. അങ്ങനെ അത് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ അവര് പറഞ്ഞു, നമ്മൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കലെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. 2026 മാത്രമല്ല, ഇനി വരുന്ന വർഷങ്ങളെല്ലാം ലഹരി രഹിതമായിരിക്കണം അല്ലേ? അതെ. എല്ലാ കുട്ടികളോടും കൂട്ടുകാരോടും ഒക്കെ ഈ കാര്യം പറയാറുമുണ്ട്. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് മാക്സിമം വരുന്ന കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. എന്റെ കൂട്ടുകാരൻ ആകാശ്, എന്റെ കൂട്ടുകാരൻ മിക്സിലിനോടൊക്കെ പറഞ്ഞായിരുന്നു, ഇനി ഇച്ചൂടെ അവരോടൊക്കെ പറയണം. ഞാൻ അവരെന്റെ അടുത്തിരിക്കുന്നത്, അപ്പൊ അവരോടാണ് ഏറ്റവും പറഞ്ഞത്. അധ്യാപകരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ പറയാറുണ്ടോ? ഓക്കെ. അപ്പോൾ 2026 ഈ പുതുവത്സരം പിറക്കാൻ പോകുമ്പോൾ ഏറ്റവും മനോഹരമായി സംസാരിച്ച ഒരു കുട്ടി, ആ കുട്ടി പുതുവർഷത്തെ വരവേൽക്കുന്നത് ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ലഹരി രഹിതമായിരിക്കണം, അങ്ങനെയുള്ള ഒരു കേരളമാണ് പ്രതീക്ഷിക്കുന്നത്. അത് കുട്ടിയുടെ എല്ലാ കൂട്ടുകാരോടും ഇക്കാര്യങ്ങളൊക്കെ പറയുമെന്ന് തന്നെയാണ് ഈ 2026 പിറക്കാൻ പോകുമ്പോൾ ഈ കൊച്ചുമിടുക്കൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പത്തനംതിട്ടയിൽ പുതുവത്സരാഘോഷം പൊടിപൊടിക്കുകയാണ്. 12 മണിക്ക് പാപ്പാച്ചിയെ കത്തിക്കും. തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു യാത്ര, അതാണ് 2026 എന്ന് തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പറയുന്നത്.